ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഡിസംബർ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തന്നെ ക്രിസ്മസ് ആണ്. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ബഹറിലും ആഘോഷം ഒട്ടും കുറവല്ല. വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെയും അതേപോലെ തന്നെ വിവിധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷ പരിപാടികളാണ് ബഹറിൽ നടക്കുന്നത്. അപ്പോൾ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ നേതൃത്വത്തിൽ ബഹറിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. അപ്പോൾ നമുക്ക് ആ കരോൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ഡിസംബർ മാസമായതോടെ ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ്. ബഹ്റിനിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല. പുൽക്കൂടുകൾ ഒരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും പല നിറത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചുമൊക്കെ അലങ്കരിച്ചും ബഹ്റിനും ക്രിസ്മസിനെ വരവേൽക്കുകയാണ്. ക്രിസ്മസിന് തൊട്ടു മുമ്പായി എത്തുന്ന ബഹ്റിൻ ദേശീയ ദിനം കൂടിയാകുമ്പോൾ ബഹ്റിൻ്റെ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരമാകും. ബഹ്റിനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് വിപുലമായ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത്. വിവിധ പള്ളികളുടെ നേതൃത്വത്തിലും സംഘടനകളുടെ നേതൃത്വത്തിലും കരോൾ ഉൾപ്പെടെയുള്ള പരിപാടികളും നടക്കുന്നുണ്ട്. അങ്ങനെയൊരു ആഘോഷത്തിലേക്കാണ് ഇന്ന് നമ്മളും പോകുന്നത്. ബഹ്റിനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു കരോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അസോസിയേഷൻ അംഗങ്ങളുടെ വീടുകളിലാണ് ഈ കരോൾ എത്തുന്നത്. അപ്പം ഇന്ന് നമ്മളും ആ കരോളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ക്രിസ്മസ് കരോൾ ഒന്ന് കണ്ടിട്ട് വരാം.
എല്ലാ പ്രിയപ്പെട്ടവർക്കും അഡ്വാൻസായി ഒരു ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.